അപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താ പറയുക, നമ്മൾ ഒരു ഡോക്ടറിനെ മാത്രം കാണിക്കരുത്. ഒരു ഡോക്ടർ, പല ഡോക്ടർമാരും പല അഭിപ്രായങ്ങളാണ് പറയുക. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താ പറയുക, നമ്മൾ ഒരു ഡോക്ടറിനെ മാത്രം കാണിച്ച് നിൽക്കരുത്. രണ്ട് മൂന്നാളെ മാറി മാറി കാണിച്ച് നോക്കുക. എന്നിട്ട് അവരെന്താ അഭിപ്രായം പറയുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെയാണ്. ഓ, എനിക്കിപ്പോഴും വയ്യ. എനിക്ക് നെയ്യ്, പാല് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്തെ അവിടെ ഒരു നെയ്യ്, നമ്മൾ അവിടെ ഒരു മരുന്നുണ്ട്, ഈ വെറും വയറ്റിൽ നമ്മൾ നെയ്യ് കുടിക്കുന്നത്. എൻ്റെ പൊന്നോ, ഒരു ദിവസം 25 ഗ്രാമാണ്, പിറ്റേ ദിവസം 50 ഗ്രാം, പിന്നെ 75, പിന്നെ 100, അങ്ങനെ ഒരാഴ്ച ഓരോ ദിവസം കൂട്ടി വെറും വയറ്റിൽ പോയിട്ട്. അല്ലാണ്ട് തന്നെ എനിക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല. നെയ്യ് പാലൊന്നും എനിക്ക് ഭയങ്കര അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഓ, ആ വെറും വയറ്റിൽ ഞാനതെങ്ങനെയാണ് കുടിച്ചത് എന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. ആ നെയ്യ് ഞാനെങ്ങനെ കുടിച്ചതെന്ന്. അതവിടുത്തെ അതിന് ആ നെയ്യിനെന്തോ ഒരു പേരുണ്ട്, പ്രത്യേക പേരുണ്ട്, മറന്നു. പക്ഷെ നല്ല ഡോക്ടേഴ്സാട്ടോ എന്നെ നോക്കിയിരുന്ന